ഹായ് ഡിയർ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ തന്നെയുള്ള ഒരു കുളത്തിൻ്റെ ഫുൾ ക്ലീനിങ് ആണ്. ഫുൾ ക്ലീനിങ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിനെ ഫുള്ള് നിങ്ങൾ കാണാൻ സാധിക്കും, നല്ലപോലെ അഴുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് ക്ലീൻ ചെയ്ത് നമുക്ക് ഇതിനകത്ത് മീനേയും കൂടി ഇടാനുള്ള പ്ലാനാണ്. ഏത് മീൻ ഇടുന്നത് നിങ്ങൾ കമൻറ്റ് അടിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഓണം ആയതുകൊണ്ട് തന്നെ എല്ലാവരും അവധി ആയതുകൊണ്ട് കസിൻസിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ. അപ്പോൾ അവരൊക്കെ നമ്മൾ നല്ലപോലെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ കുളമൊക്കെ വൃത്തിയാക്കുന്ന മുമ്പേ നമുക്ക് പറ്റുന്ന രീതിയിൽ മേളിൽ നിന്നുള്ള ഡെബ്രീസ്, ദാറ്റ് മീൻസ് ഈ ഇലയും കാര്യങ്ങളൊക്കെ ഒരു വല ഉപയോഗിച്ച് കോരിയെടുക്കുക. അപ്പം കോരിയെടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് സബ്മേഴ്സിബിൾ പമ്പാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സബ്മേഴ്സിബിൾ പമ്പ് നമ്മൾ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്താ വെച്ചാൽ നല്ല വയറൊക്കെ നല്ല ജോയിൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലപോലെ അത് വാട്ടർ പ്രൂഫ് ടേപ്പ് വെച്ച് നല്ലപോലെ സീൽ ചെയ്തതിന് ശേഷം മാത്രമേ വെള്ളത്തിലേക്ക് ഇറക്കാവുള്ളൂ. അതേപോലെ തന്നെ വെള്ളത്തിൽ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പേ ഒന്ന് ടെസ്റ്റർ വെച്ച് വല്ലതും ചെക്ക് ചെയ്ത് നോക്കണം. എന്തെങ്കിലും രീതിയിൽ ഷോക്ക് അടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് നോക്കിയിട്ടേ പമ്പ് ഓൺ ചെയ്ത് വെച്ച് ഇറങ്ങാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ പമ്പ് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാമല്ലോ. ബിക്കോസ് നമുക്ക് ആദ്യമേ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പോലും നമ്മൾ പമ്പ് ഓൺ ചെയ്ത് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഭേദം. അല്ലെങ്കിൽ നമുക്ക് ടെസ്റ്റർ വെള്ളം വെച്ച് നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇറങ്ങാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ ഈ പമ്പ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഇല്ല. നമുക്കറിയാം അത് ലീക്കൊന്നും ഉണ്ടാകത്തില്ലെന്നുള്ള ഒരു ഉറപ്പാണ്. പിന്നെ നമ്മളതിൻ്റെ സൈഡും കാര്യങ്ങളെല്ലാം നമ്മൾ വൃത്തിയാക്കിയെടുത്ത് അവിടെ ഒരു ഫൗണ്ടനൊക്കെ പണ്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് എല്ലാം പിന്നെ അത് പോയി കഴിഞ്ഞതിന് ശേഷം ഇതിനെ നോക്കാതെ കിടന്നൊരു ടാങ്കാണ്. അങ്ങനെ നമ്മൾ വെള്ളമെല്ലാം കുറേശ്ശെ നമ്മൾ പറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ വെള്ളമെല്ലാം നമ്മൾ അവിടെ ഒരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്, അവിടെ നമ്മൾ വെച്ചു. പിന്നെ അതിനകത്ത് മൊത്തം ക്ലീൻ ചെയ്ത് അടിയിലൊക്കെ ഇഷ്ടംപോലെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലപോലെ വേസ്റ്റ്. ബിക്കോസ് അടുത്ത് തന്നെ നിങ്ങൾക്കൊരു മരം നിൽക്കുന്ന കാണാം. ആ മരമാണ് ഏറ്റവും വലിയ ദൂഷ്യം ചെയ്യുന്നത്. അവിടെ നിന്നുള്ള ഇലയൊക്കെ ഫുള്ള് ഇതിനകത്ത് വീഴുന്നത്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മളൊരു ഗ്രീൻ നെറ്റ് നമ്മൾ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഫുൾ ക്ലീനിങ് ആണ്. പിള്ളേരൊക്കെ നല്ലപോലെ നമുക്ക് ഹെൽപ്പായിരുന്നു. നമ്മളിത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് വലയ്ക്കകത്തൊരു തവള, പച്ചത്തവള കയറിയായിരുന്നു. അപ്പോൾ അതിനെ കണ്ടിട്ടാണ് പിള്ളേരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി മാറുന്നത്. പിള്ളേർക്കൊക്കെ ഈ തവള കുഞ്ഞുങ്ങൾ, ആമ, അതിനൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരാൾക്ക് വെള്ള ഷർട്ടിട്ട ആൾക്ക് നമ്മുടെ ഒരു കസിൻ്റെ മോനാണ്. അദ്ദേഹത്തിനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. എന്നിട്ടത് ധൈര്യത്തോടെ അത് കൊണ്ടുപോയി എടുത്ത് കളയുകയൊക്കെ ചെയ്തു. അങ്ങനെ നല്ല രസമായിരുന്നു. എന്തായാലും നല്ല ഹാപ്പിയായിട്ട് നമ്മൾ എൻജോയ് ചെയ്താണ് ഈ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെ പിന്നെ നമ്മുടെ റെഗുലറായിട്ടുള്ള വർക്കിലെല്ലാം നമ്മളത് കണ്ടിന്യൂ പോയി. പിന്നെ ഇടയ്ക്കൊരു പ്ലാൻ ചെയ്തായിരുന്നു. ഈ നിങ്ങൾക്ക് മുമ്പിൽ 2 ചട്ടിക്കകത്ത് ആമ്പൽ ഇതിനകത്ത് ഇറക്കിയാൽ എന്താണെന്നൊരു പ്ലാനുണ്ട്. പക്ഷേ ഇറക്കിയ ആമ്പലെല്ലാം അത് പിടിച്ചിട്ടില്ല, വേര് പിടിച്ചില്ല. എന്താ കാരണം എന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഇവിടെ നമുക്ക് വെയിൽ കുറവാണ്. വെയിൽ കുറവായതുകൊണ്ട് തന്നെ അത് നിൽക്കാനായിട്ട് ഭയങ്കര ചാൻസ് കുറവ്. അതുകൊണ്ട് നമ്മളിപ്പം ഈ പ്രാവശ്യം നമ്മളതിനകത്ത് ആമ്പലൊന്നും നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നില്ല, ഇറക്കുന്നില്ല. അപ്പം അല്ലാതെ തന്നെ നമുക്ക് ഫുള്ള് എന്ത് മീൻ ഇടണമെന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുകയും ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണേ. പിന്നെ നമ്മളിവിടെ അപ്പം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ലാസ്റ്റിൽ നമ്മൾ ചില കാര്യങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട്. ഒരു കുളം പണിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കേട്ടാൽ നിങ്ങളൊരു കുളം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഗുണകരമായിരിക്കും. കേട്ടോ, നമ്മളിവിടെ ഫുള്ള് ക്ലീൻ ചെയ്തു. ഇനി ഇതിനകത്തുണ്ട് കുറച്ച്. നമ്മൾ ഈ ഓരോ കുളങ്ങളൊക്കെ പണിയുമ്പോഴേ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണാൻ സാധിക്കും, ഈ ഒരു കുഴിക്കാൻ തന്നെ ഇവിടെ എങ്ങും മറ്റ് സ്ഥലത്ത് ഇവിടെ എങ്ങും വെള്ളമില്ല. പക്ഷേ ഇവിടെ ഒരു കുഴിയുണ്ട്. അതിനകത്ത് ഏകദേശം ഒരു 6 ഇഞ്ച് 8 ഇഞ്ചോളം വെള്ളം ഇവിടെ കിടപ്പുണ്ട്. നമ്മളിങ്ങനെ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ ഇതുപോലെ കച്ചറ ഉണ്ടായിരുന്നു. ഇതുപോലെ നമുക്കിവിടെ വേസ്റ്റ് ഉണ്ടായിരുന്നതാണ്. ഈ വേസ്റ്റ് എല്ലാം ഈ കുഴിക്കകത്താണ് കിടക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിവിടുന്ന് സ്ലോപ്പ് എല്ലാ സ്ലൈഡിൽ നിന്നും നമ്മൾ സ്ലോപ്പ് ഇട്ടേക്കുന്നത് ഇവിടെ ഒരു കുഴി എടുത്തിട്ട് അവിടെയാണ് സ്ലോപ്പ് ഇട്ടേക്കുന്നത്. അപ്പം വെള്ളം മൊത്തം പമ്പ് ചെയ്യുന്നതനുസരിച്ച് ഫ്ലോ വരുന്നതിനനുസരിച്ച് വേസ്റ്റ് മൊത്തം നമുക്കിവിടെ കിട്ടും. കണ്ടോ, ഇതിനകത്ത് വേസ്റ്റ് മൊത്തം കാണുന്നത്. അതേസമയം ബാക്കി സ്ഥലത്തോ ശകലം വേസ്റ്റേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഈ വെള്ളം തന്നെ എടുത്തിട്ട് മേലിൽ നിന്ന് മാത്രം കണ്ടോ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മളിവിടെ ഇപ്പോൾ ഒഴിക്കാന്ന് വെച്ചോ. കണ്ടോ, ഇതുണ്ടോ സ്ലോപ്പുള്ള കാരണത്തിൽ ഇവിടെ വൃത്തിയായി മാറുന്നത്. കണ്ടോ,
ഇങ്ങനെ നമുക്കിവിടെ സെറ്റാക്കി. ഇപ്പം കുളം എടുക്കുമ്പം ഇതുപോലൊരു കുഴി എവിടെ ആയാലും 4 വശത്തു നിന്നും അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് എവിടെയെങ്കിലും ഒരു കുഴി പോലെ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് അത്രയും ബെനിഫിറ്റ് ആയിരിക്കും. വേസ്റ്റ് അക്യുമുലേഷൻ എല്ലാം നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് നടക്കും. അപ്പോൾ അത് നിങ്ങളൊന്നത് ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ നമ്മൾ ബാക്കിയുള്ള വെള്ളം കൂടെ ഒന്ന് സൈഡിൽ നിന്നുള്ള എല്ലാം കഴുകി വൃത്തിയാക്കി ഫുള്ള് നമ്മളിവിടെ കഴുകി വൃത്തിയാക്കണേ. പിന്നെ പടുത ഇടുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഈ കല്ലുകൾ ചിലപ്പോൾ ഇവിടുന്നകത്ത് കാണും. ഈ സൈഡിൽ നിന്നൊക്കെ വീഴുന്ന കല്ലുകളുണ്ടാവും. ചെറിയ ചെറിയ മണൽ ഇതുണ്ടോ, ഇതുപോലത്തെ കല്ലൊക്കെ, ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെ നിങ്ങളുടെ പടുത കീറാനായിട്ട് സാധ്യതയുള്ള സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാണ് എപ്പോഴും കുളത്തിനകത്ത് ഇറങ്ങുന്നത്. കുളത്തിലിറങ്ങുമ്പോൾ ചെരുപ്പിട്ടുണ്ട് ഇറങ്ങല്ലേ. ഇതുണ്ട് ഇതേ ഈ ചെറിയ കല്ലൊക്കെ നല്ല ഷാർപ്പാണ് കേട്ടോ. അങ്ങനെ വരുമ്പോൾ പടുത ചിലപ്പം കീറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല, ഇത് നമ്മൾ കീറിയ പടുത ഒട്ടിച്ചാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ നമുക്ക് പടുത ഒട്ടിക്കാൻ സാധിക്കും അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്കിത് ഫുൾ ക്ലീൻ ചെയ്തിനി നല്ല വെള്ളം കൂടെ ഒഴിച്ചിട്ട് സെറ്റാക്കി എടുക്കാം. ഫുൾ അങ്ങനെ നമ്മുടെ കുളം നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ ഏത് ഫിഷസിനെ ഇറക്കണം അതൊന്ന് നിങ്ങൾ കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോ വരെ നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു ഗൈസ്.